വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ഒക്കെ ആണല്ലോ? ഓക്കെയാണ്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ സമയങ്ങളിലൂടെയാണ്, നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും വളരെ കൃത്യമായി ഇബാദത്തുകൾ ചെയ്യുവാൻ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ അതിന്റെ പകുതിയിലേക്ക് എത്തുമ്പോൾ ആദ്യമായി നമ്മളൊരു ആത്മവിചിന്തനം നടത്തേണ്ട ഒരു വിഷയം ഇത്രയും ദിവസങ്ങൾ ഞാൻ എന്ത് ചെയ്തു എന്നതാണ്. റമദാൻ എന്ന് പറയുന്ന മഹത്തായ അള്ളാഹുവിന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു ഇത്രയും ദിവസങ്ങൾ, എൻ്റെ അള്ളാഹുവിലേക്ക് ഞാൻ എത്രമാത്രം അടുത്തിട്ടുണ്ട്, എത്രമാത്രം ഞാൻ നന്ദിയുള്ളവനായിട്ടുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കുക. വളരെ കാലിക പ്രസക്തമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്ത് എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഓർമ്മ വേണ്ട, സ്മരണ വേണ്ട ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ വളരെ ശ്രദ്ധാപൂർവം, വളരെ കുറച്ച് സമയമാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ഇൻഷാ അല്ലാഹ് കേട്ടിരിക്കുക. ജീവിതത്തിൽ എക്കാലത്തും ഉപകാരപ്പെടുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്, വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിക്കും എന്ന ബോധം നമുക്കുണ്ട്, അതേ നമുക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എപ്പോ മരിക്കും, എങ്ങനെ മരിക്കും, അത് നമുക്കറിയില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നിങ്ങൾ എപ്പോ മരിക്കുന്നോ, നിങ്ങൾ എവിടെ വെച്ച് മരിക്കുന്നോ, നിങ്ങൾ നാളെ എന്ത് ചെയ്യുന്നോ, ഒന്നും നിങ്ങൾക്കറിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണ്. ആ മരണം പുൽകുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണെന്ത്? വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നിങ്ങൾ മരിക്കുന്ന വേളയിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് അമലുണ്ട് എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം നമ്മളോട്. പരലോകത്തേക്ക്, റബ്ബിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ അമലുകളിൽ എന്തുണ്ട് നാം പ്രവർത്തിച്ചതായിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളണമെന്ന് വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതായിരിക്കണം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ചിന്ത. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു വേള ഒന്ന് ചിന്തിക്കുക. ഈ നിമിഷം ഞാൻ മരണപ്പെടണം, ഇന്ന്
മഗ്രിബ് ബാങ്ക് കൊടുത്ത് ആ മഗ്രിബോട് കൂടി നോമ്പ് തുറക്കാൻ എനിക്ക് തൗഫീക്കില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ റബ്ബിന് ഉത്തരം നൽകി മരണപ്പെടുകയാണ് എന്ന് ഒന്ന് മനസ്സിൽ ഒന്ന് വിചാരിക്കും. ആത്മാർത്ഥമായി, വെറുതെ ഇങ്ങനെ കേൾക്കല്ല, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറയല്ല, ആത്മാർത്ഥമായി ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കും, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ പറയുന്നു, ഈ നിമിഷം ഞാൻ മരണപ്പെടണം. നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എവിടെയുള്ളത്? ഖബറിലാണ്. ആ ഖബർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുമെന്നാണ്. അപ്പൊ എന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി എന്താണ്? മരണം കഴിഞ്ഞാൽ പരലോകത്തേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ മൻസിലാണ് ഖബർ. ആ ഖബറിലെ വിചാരണയിൽ ആരൊക്കെ വിചാരണയിൽ വിജയിച്ചോ അവൻ അങ്ങോട്ടുള്ള അവന്റെ യാത്ര അവന് എളുപ്പമായി തീരും. ആ ഖബറിലെ വിചാരണയിൽ ആര് പരാജയപ്പെട്ടുവോ അവൻ അങ്ങോട്ടുള്ള യാത്ര വളരെ പ്രയാസമായിരിക്കും, കഠിനമായിരിക്കുമെന്ന് ഉസ്മാൻ റളിയല്ലാഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. ഈ നിമിഷം നമ്മൾ മരണപ്പെട്ട് ഖബറിലേക്ക് കടക്കേണ്ടി വന്നാൽ നമ്മളോട് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്തിനാണ് ദുനിയാവിലേക്ക് വന്നത്? വിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ അഫഹസിബുതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ ഞാൻ വെറുതെ ഉണ്ടാക്കി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നോക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ ചോദ്യം ആ എത്രമാത്രം പ്രസക്തമാണ് എന്ന് നോക്കണം. അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? മനുഷ്യ, നിങ്ങളെ ഈ ദുനിയാവിൽ ഞാൻ വെറുതെ ഉണ്ടാക്കി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ നമുക്കാർക്കെങ്കിലും വിചാരമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ദുനിയാവിൽ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അള്ളാഹ് പ്രത്യേകമായി നമ്മളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പ്രത്യേകമായി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേന്ന് എണീക്കുന്നു, ഇങ്ങനെ അങ്ങനെ പോയാൽ മതി. ഇടക്ക് കച്ചവടം ചെയ്യണം, ഇടക്ക് അതുപോലെ തന്നെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കണം, അതുപോലെ പഠിക്കണം, സ്കൂളും കോളേജുകളും അങ്ങനെ ഇങ്ങനെ. ഇതാണ് നമ്മുടെ ജീവിതം. എന്നാൽ അള്ളാഹ് പറയാണ്, നിങ്ങളെ ഞാൻ അതിനല്ല ഉണ്ടാക്കിയത്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു അള്ളാഹ്ക്കൊരു വിഷയമേ അല്ല. നിങ്ങൾ സമ്പന്നനാണോ പാവപ്പെട്ട ഫക്കീറാണോ അള്ളാഹ്ക്കത് വിഷയമല്ല. നിങ്ങൾ വെളുത്തവനാണോ കറുത്തവനാണോ അള്ളാഹ്ക്കതൊരു വിഷയമല്ല. നിങ്ങൾ വലിയ തറവാടിയാണോ ഇനി അതല്ലാത്ത സാധാരണക്കാരനാണോ റബ്ബിന് അതൊരു വിഷയമല്ല. അള്ളാഹ്ക്ക് അതൊന്നും വിഷയമല്ല. പക്ഷെ അള്ളാഹ് ഇതൊക്കെ ചോദിക്കും. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചും നിങ്ങളുടെ സമയത്തെക്കുറിച്ചും എല്ലാം ചോദിക്കും. പക്ഷേ അള്ളാഹ്ക്ക് അതൊന്നുമല്ല വേണ്ടത്. എന്തിനാണ് നമ്മളെ ഉണ്ടാക്കിയത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എന്തിനാ അള്ളാഹ് നമ്മൾ ഉണ്ടാക്കിയത്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതാ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തിനുണ്ടാക്കിയത്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്താണ് റബ്ബിന്റെ പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, നല്ല നന്മകൾ നിങ്ങളിൽ ആരാണ് ചെയ്ത് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാം. കൂട്ടരെ, ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് കിട്ടിയിട്ട് റബ്ബിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, പരലോകത്ത് വിജയിക്കാൻ വേണ്ടി, സ്വർഗം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് അമലാണ് ചെയ്യുന്നത്? എത്ര സമയമാണ് നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നത്? ഇന്നൊന്ന് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് പേനയോ പേപ്പറോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ ഫോണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 24 മണിക്കൂർ 24 മണിക്കൂർ. ആ 24 മണിക്കൂറിൽ
ഓരോന്ന് ഇങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുവരിക. കിടന്നുറങ്ങാൻ എത്ര സമയം, ഭക്ഷണം കഴിക്കാൻ എത്ര സമയം, ജോലിക്ക് എത്ര സമയം, പഠിക്കാൻ എത്ര സമയം, അങ്ങനെ ഓരോന്നും മൈനസ് ചെയ്യാം. നിസ്കരിക്കാൻ എത്ര സമയം, അങ്ങനെ മൈനസ് ചെയ്ത് നോക്കുമ്പോ എന്നിട്ട് നോക്കുക ഇതിൽ എത്ര സമയമാണ്. ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം കേട്ടോ. റമദാനിൽ അല്ലാത്ത ദിനങ്ങളിലാണ് ഇത് കൂടുതൽ. റമദാൻ ആയിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്കൊക്കെ ഒരു തഖ്വയാണ്. അപ്പൊ നോമ്പായിക്കൊണ്ടും ഖുർആൻ പാരായണങ്ങളായിക്കൊണ്ടും സ്വതക്കകളായിക്കൊണ്ടും ദിക്റുകളായിക്കൊണ്ടും നമസ്കാരങ്ങളായിക്കൊണ്ടൊക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അല്ലാത്തൊരു സമയത്ത് എത്ര സമയമാണ് ഞാൻ റബ്ബിന് വേണ്ടി ഒരു ദിവസം ചെലവഴിക്കുന്നത്? നിങ്ങൾ നോക്കി, ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഈ റമദാൻ അല്ലാത്ത ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അമല് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമസ്കാരം മാത്രമായിരിക്കും. അത് വലിയ പ്രശ്നമാണ്. നമസ്കരിക്കുന്നതല്ല പ്രശ്നം, നമസ്കാരം മാത്രമായി ഇബാദത്ത് ചുരുങ്ങുന്നത് വലിയ പ്രശ്നം. അത് മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പകല് മുഴുവനും ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, ഇസ്ലാമിന് വേണ്ടി ദഅവത്തിന് വേണ്ടി ഇറങ്ങുകയും ആളുകളുടെ തുപ്പും ആട്ടും കൂക്കുവിളിയും കളിയാക്കലുകളും പരിഹാസങ്ങളും എല്ലാം റസൂൽ ഏറ്റുവാങ്ങിയിട്ട് രാത്രി വീട്ടിലേക്ക് കടന്നു വരും. വീട്ടിലേക്ക് കടന്നു വന്ന് അല്പസമയം ഉറങ്ങിയതിനു ശേഷം റസൂൽ എണീറ്റുകൊണ്ട് നമസ്കരിക്കണം, സുദീർഘമായി നമസ്കരിക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, റസൂലെ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് ഇങ്ങനെ നമസ്കരിക്കണം? അപ്പൊ റസൂല് കൊടുത്തൊരു മറുപടി ഉണ്ട്, യാ ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട ഒരു വർത്തമാനാണ് റസൂല് പറഞ്ഞത്. യാ ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ട ആയിഷ. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടരെ, നമ്മൾ എന്താ ചെയ്യുന്നത് ദീനിനു വേണ്ടി? നമ്മുടെ ജീവിതത്തില് ഈ റസൂല് പോയ സ്വഹാബികൾ പോയ സ്വർഗത്തിലല്ലേ നമുക്ക് പോകേണ്ടത്? നമ്മുടെ എന്ത് അമലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്രമാത്രം അമലുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ, ഇതിന്റെ ഗൗരവം മനസ്സിലാവാൻ വേണ്ടി ഒരൊറ്റ കാര്യം പറയാം. ഒറ്റ കാര്യം ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. പരലോകത്തെത്തി, നമ്മളെ വിചാരണക്കെടുത്ത് നമ്മുടെ നന്മയുടെ തുലാസ് ഇങ്ങനെ തൂക്കി നോക്കി, അതല്ലെങ്കിൽ നന്മയുടെ അക്കൗണ്ട് പരിശോധിച്ച് നോക്കി. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വെറുതെ ഒരു സംഖ്യ പറയും. ഒരു 10 ലക്ഷം നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു, നമ്മുടെ ആയുസ്സിൽ നമ്മൾ ചെയ്തു. ഇത് ശരിക്കും ശ്രദ്ധിക്കണേ. ഈ സംഖ്യ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ നമ്മൾ മനസ്സിലാവാൻ വേണ്ടി പറയാം. ഒരു 10 ലക്ഷം നന്മ നമ്മൾ ചെയ്തു, ഓക്കെ, അൽഹംദുലില്ലാ. തിന്മയുടെ അക്കൗണ്ട് പരിശോധിച്ചു, 10,10,000 തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു. ഇത് ഗൗരവം മനസ്സിലാക്കണേ. 10,10,000 തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്താ ചെയ്യാ അവിടെ വെച്ചിട്ട്? എന്താ നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ കഴിയുക? റബ്ബിനോട് നമുക്ക് എന്താ പറയാൻ കഴിയുക? ഒന്നും പറയാൻ കഴിയൂല. പറയും നമ്മൾ. എന്താണ് പറയാ? റബ്ബിർജിഊൻ. നമ്മളെല്ലാരും പറയും, അല്ലാഹുവേ ഒന്ന് ദുനിയാവുക്കനെ ഒന്ന് വിട്, ഞാൻ നന്മ ചെയ്തിട്ട് വരാം. നോക്ക് നിങ്ങൾ, മരിക്കുന്ന വേളയിൽ യൗമ യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ, മരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്താ ബോധ്യപ്പെടുക? അല്ലാഹുവേ നമ്മുടെ അടുക്കൽ അമലുകൾ ഇല്ലല്ലോ. ആ സമയത്ത് നമ്മൾ പറയും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എന്റെ നാശമേ, എനിക്കിനി നാശം മാത്രമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മൾ എപ്പോ പറയും? മരിക്കുന്ന സമയത്ത് പറയും. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. മരണം അവന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവന് പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നൊന്ന് മടക്കിക്കൊണ്ട, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച എന്റെ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ട് വരാം. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് നിമിഷം മരണപ്പെട്ടാലും ആ മരണപ്പെടുന്ന സമയത്ത് നാളെ പരലോകത്ത് വിജയിക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ?
നമ്മൾ ദുനിയാവിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ ചിന്തകളിൽ, ദുനിയാവിന്റെ ആവശ്യങ്ങളിൽ, ദുനിയാവിന്റെ ആഗ്രഹങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതാണ്, നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും ഉത്തമം വൽ ആഖിറതു ഖൈറും വ അബ്ഖ, ബാക്കിയാവുന്നതും നിങ്ങൾക്ക് ഏറ്റവും നല്ലതും പരലോകമാണ്. ആ പരലോകത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നിങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവും ലഭിക്കൂല, പരലോകത്തെത്തിയ പരലോകം ലഭിക്കൂല. നിങ്ങൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് പരലോകവും ലഭിക്കും, ദുനിയാവും ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ ജീവിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയാവണം. ഇതിന്റെ ഗൗരവം അത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കാം. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞാൻ അവസാനിപ്പിക്കാം. ആ ഒരു ആയത്ത് കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുന്നത്. എന്താണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഖൗല്? നാളെ പരലോകത്ത് നമ്മളെല്ലാവരും പോയി നിൽക്കുന്ന ഒരു സന്ദർഭം, അള്ളാന്റെ മുമ്പില് വിചാരണ നേരിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെടുക്കൽ അമലില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തിറിൽ അതിന്റെ 37-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയാണ്, വഹും യസ്തരിഖൂന ഫീഹാ, അവിടെ വെച്ചുകൊണ്ട്, പരലോകത്ത് വെച്ചുകൊണ്ട് അത്തരം ആളുകൾ വാവിട്ട് അട്ടഹസിച്ച് കരയും, ആർത്ത് കരയാണ്. കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയുന്നത് അറിയോ? എന്താ റബ്ബിനോട് പറ? റബ്ബന അഖ്രിജ്ന, അല്ലാഹുവേ ഞങ്ങളൊന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇടണേ റബ്ബേ, ഈ പരലോകത്തുനിന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് വിടണേ റബ്ബേ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു, അല്ലാഹുവേ ഞങ്ങൾ ചെയ്യാതെ പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾ ചെയ്യാതെ പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് റബ്ബേ, ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ട് വരാം. ഒന്ന് ദുനിയാവ് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഞങ്ങളെ പറഞ്ഞയക്കോ അല്ലാ എന്ന് നമ്മളൊക്കെ ചോദിക്കുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ഗതികേട് നമുക്ക് വന്നാൽ എപ്പോഴാണ് ആ ഗതികേട് നമുക്ക് വരിക? നമ്മൾ ഇവിടെ അമൽ ചെയ്യാതിരിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പരലോകത്ത് ഇത് പറയാ. ഇനി ഏറ്റവും ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഇതൊന്നുമല്ല, പരലോകത്ത് നമ്മൾ ഇത് പറയും, അള്ളാഹുവേ ഞങ്ങളെ കുറച്ച് സമയത്തേക്ക് ദുനിയാവിലേക്ക് വിടണേ എന്ന് നമ്മൾ ആവശ്യപ്പെടും. ആ സമയത്ത് തിരിച്ച് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നോക്കി, ഈ ചോദ്യത്തിന് നമ്മൾ എന്ത് മറുപടി പറയണം? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് നമ്മളോട് ചോദിക്കുന്നതെന്ന് അറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു മൻ തദക്കർ വജാഅകുമുൻ നദീർ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. നമ്മൾ അള്ളാഹിനോട് നമ്മൾ പോയിട്ട്, അള്ളാഹു ദുനിയാവൊക്കെ വിട്, ഞങ്ങൾ കുറച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരാം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്ന മറുപടി എന്താണ്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു മൻ തദക്കർ. ഹേ മനുഷ്യ, ഇതൊക്കെ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള ഒരായുസ് ഞാൻ എനക്ക് തന്നിട്ടില്ലായിരുന്നോ മനുഷ്യ? അത് നമ്മോട് ചോദിക്കാണ്. ഇതിനൊക്കെ ഉള്ള ഒരു ആയുസ്, ഒരു കാലം നിനക്ക് ഞാൻ തന്നിട്ടില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ, മനസ്സിലാക്കി തരാൻ നിന്നിലേക്ക് ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? നിനക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നോ? മനസ്സിലാക്കി തന്നിട്ടില്ലായിരുന്നോ? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കുന്നതാണ് പരലോകത്ത്. ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഇല്ല റബ്ബേ എന്ന് മറുപടി പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയൂല. ഞങ്ങൾക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല എന്നും ലോകത്താർക്കും പറയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ എന്തുണ്ട്?
ഈ നിമിഷം മരണപ്പെട്ടാൽ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ചിന്തിച്ചതുപോലെ, അക്സിറു ദിക്റ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. നിങ്ങളുടെ സകലമാന സുഖങ്ങളെയും സന്തോഷങ്ങളെയും നിങ്ങളുടെ എല്ലാം മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ നിമിഷം മരണപ്പെട്ടാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എൻ്റെ കയ്യിൽ എന്ത് അമലുകളാണ് ഉള്ളത് എന്നൊന്ന് ചിന്തിച്ചിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. ആത്മാർത്ഥമായി പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ മാറണം, തിരിയണം. നമ്മൾ സൽക്കർമ്മങ്ങളിലേക്ക് തിരിയണം. എന്നെ എൻ്റെ റബ്ബ് പടച്ചത് അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടിയാണ്. എൻ്റെ റബ്ബ് എന്നെ ഈ ദുനിയാവിൽ വിട്ട് എനിക്ക് വേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഇവിടെ തന്നത് ആ റബ്ബിന് വഴിപ്പെടാനാണ്. റബ്ബിന് വഴിപ്പെടാത്ത ഒന്നും ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഇല്ല. കഴിയോ നമുക്ക് അങ്ങനെ പറയാൻ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ആരാധനകളും എൻ്റെ നമസ്കാരങ്ങളും എൻ്റെ ജീവിതവും മരണവും, ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാൻ പറയുന്നതും ചിന്തിക്കുന്നതും ഞാൻ പോകുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാണോ ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല. അത് എത്ര വലുതായിക്കോട്ടെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. എൻ്റെ അള്ള പറഞ്ഞതാണോ, റസൂല് ജീവിതത്തിൽ കാണിച്ചു തന്നാണോ, ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടാലും വേണ്ടില്ല, ഇന്ന് മുതൽ ഞാൻ അതെന്റെ ജീവിതത്തിൽ ചെയ്യും. എത്ര പേർക്ക് പറയും? ഞാൻ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ മതി. നമ്മളിൽ എത്ര പേർക്ക് അതിന് കഴിയും അങ്ങനെയൊന്ന് പറയാൻ, റബ്ബിന് വേണ്ടി ജീവിക്കാൻ? നോക്കൂ നിങ്ങൾ, ഞാൻ ഒറ്റ എക്സാമ്പിൾ ചോദിക്കാം. ഇപ്പൊ നമ്മള് പെരുന്നാളൊക്കെ അടുക്കാനായി, ഒരുപാട് പെരുന്നാൾക്ക് നമ്മൾ വസ്ത്രം എടുത്തവരാണ്. നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ വസ്ത്രം ഇസ്ലാമിന് യോജിച്ച വസ്ത്രമാണോ? ഇതിന്റെ വില നോക്കാറുണ്ട്, ഡ്രസ്സിന്റെ ഭംഗി നോക്കാറുണ്ട്, അതിന്റെ കളർ നോക്കാറുണ്ട്, അതിന്റെ മോഡൽ നോക്കാറുണ്ട്, എല്ലാം നോക്കലുണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഡ്രസ്സ് ഇസ്ലാമിന് നിരക്കുന്ന ഡ്രസ്സാണോ? ഇത് കൃത്യമായി ഔറത്തൊക്കെ മറഞ്ഞ് മാന്യമായ രൂപത്തില് അള്ളാഹും റസൂലൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള വസ്ത്രമാണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ എന്തെങ്കിലും ഒന്ന് മൊബൈൽ ഫോൺ എടുത്ത് കാണുമ്പോൾ ഇതെന്റെ അള്ളാഹ്ക്ക് പറ്റുമോ? ചിന്തിക്കാൻ കഴിയണം നമുക്ക്. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, ഇത് ശരിയാണോ? ഇത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന തന്നെയാണോ സംസാരിക്കുന്നത്, അതോ വെറുതെ എന്തെങ്കിലും ആണോ പറയുന്നത്? ഇങ്ങനെ ജീവിതത്തെ പൂർണ്ണമായി സംസ്കരിച്ചെടുത്താൽ വലത് കയ്യിൽ പരലോകത്ത് കിതാബ് ലഭിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അവസാനമായി പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതുപോലെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ, വിശ്വാസികളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അമലുകൾ ചെയ്യാം. മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മരിക്കാൻ സമയത്ത് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഖേദിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ പിന്നെ നമ്മൾ വാവിട്ട അലറിയിട്ടൊരു കാര്യമില്ല. പരലോകത്തും ഖബറിലും നരകത്തിലും എത്തിയിട്ട് അള്ളാഹുവിനോട് ദുനിയാവിലേക്കൊന്ന് മടക്കി തരോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു രക്ഷയുമില്ല. അതാ സമയത്ത് മരണം നമ്മളെ പിടികൂടും. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു നഫ്സിനും അല്ലാഹ് നീട്ടിക്കൊടുക്കുകയില്ല. ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും മരണം നമ്മളിലേക്ക് കടന്നു വരും. ആ മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വിശ്വാസിയായി അമലുകളോട് കൂടി മരണപ്പെടാൻ
നമ്മളെല്ലാവരും ശ്രദ്ധിക്കാം. ജീവിതത്തിൽ അമലുകൾ ചെയ്തോളി, സൽക്കർമ്മങ്ങൾ ചെയ്തോളി. നല്ല നല്ല കാര്യങ്ങൾ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെ ജീവിതത്തിൽ സുഖവും സുന്ദരവും സന്തോഷവും നമുക്ക് കണ്ടെത്താൻ കഴിയും. പരലോകത്തും അതേപോലെ സുഖസുന്ദരമായ ജീവിതം നാളെ സ്വർഗം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. കാരണം സ്വർഗം ആർക്കുള്ളത്? വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ്, ഈമാനോട് കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് സ്വർഗത്തിന്റെ ആളുകൾ. ആ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ റമളാനിൽ എങ്ങനെയാണോ നമ്മൾ, അതേപോലെ ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞാലും നമുക്ക് മാറാൻ കഴിയണം. പരിശുദ്ധ റമളാനിൽ ഒരുപാട് സംസ്കരണം, ഒരുപാട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അല്ലെ? റമളാൻ ആയപ്പോ പലതും നമ്മൾ മാറ്റിവെച്ചു. ആ റമളാൻ കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും തിരിച്ചെടുക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. റമളാൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ളവനേക്കരം, ഭയങ്കര സ്നേഹമുള്ളവനായിരിക്കും, ഭയങ്കര മൗനത്തിൽ ജീവിക്കുന്ന ആളായിരിക്കും. ഖുർആനൊക്കെ ഓതി സൽക്കർമ്മങ്ങളും ദിക്റും സ്വലാത്തും സുന്നത്ത് നമസ്കാരങ്ങളും ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ നമുക്കുണ്ടാവും. റമളാൻ കഴിഞ്ഞാലോ പിന്നെ കച്ചവടമായി. അപ്പൊ ജമാഅത്തിന് വരാൻ സമയമല്ല, സുന്നത്ത് നമസ്കരിക്കാൻ സമയമല്ല, ഖുർആൻ പാരായണം ചെയ്യാൻ സമയമല്ല. ഇങ്ങനെ ആവരുത്. അത്തരം മുനാഫിക്കുകളുടെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൃത്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യാം. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ വലഖദ് ദറഇനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ധാരാളം ആളുകളെ നരകത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മളതിൽ പെടാൻ പാടില്ല. നരകത്തിന് വേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരായി നമ്മൾ മാറാൻ പാടില്ല. അവരുടെ പ്രത്യേകത എന്താ അറിയോ? ലഹും ഖുലൂബൻ ലാ ലഹും ഖുലൂബൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ അവരൊന്നും ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കാതുകളുണ്ട്, ഒന്നും കണ്ട് മനസ്സിലാക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കേട്ട് മനസ്സിലാക്കണില്ല, ഒന്നും പഠിക്കണില്ല. ഉലൈക കൽ അൻആം. കന്നുകാലികളെ പോലെയാണ് ഖുർആൻ പറഞ്ഞത്. കന്നുകാലികളെ പോലെയാണ്. ബൽഹും അളല്, അതിനേക്കാളും വഴിപഴച്ചവരാണ് അവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. ആ അശ്രദ്ധ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരം അശ്രദ്ധയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടി, മറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാം. നല്ല നല്ല കർമ്മങ്ങൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കപ്പായയിലേക്ക് കിടക്കുന്നത് വരെ നമുക്ക് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ പഠിക്കണം. ആദ്യം ഓരോ സൽക്കർമ്മങ്ങളെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ സൽക്കർമ്മങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കാം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ജീവിത ശൈലിയോ ജീവിത രീതികളോ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലില്ല. ഞാനും എൻ്റെ കുടുംബവും അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുള്ളൂ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇനി അള്ളാഹിന്റെ തൃപ്തി മതി. ദുനിയാവിൽ ആരും ഞങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും വെറുപ്പ് സമ്പാദിക്കണം എന്നല്ല കേട്ടോ. നമ്മൾ ശരിക്കുള്ള ദീനനുസരിച്ച പല ആളുകളും നമ്മളെ വെറുക്കും, പല ആളുകൾ നമ്മളെ മാറ്റി നിർത്തും, പല ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തും. കുടുംബത്തിൽ വരെ നമ്മളെ മാറ്റി നിർത്താൻ ആളുകളുണ്ടാവും. പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല. കാരണം എനിക്ക് വേണ്ടത് എൻ്റെ അള്ളാഹിന്റെ തൃപ്തിയാണ്, അള്ളാഹിന്റെ സഹായമാണ്. എങ്കിലേ എനിക്ക് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സ്വർഗം എന്ന മഹത്തായ വിജയം കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. ആ സ്വർഗത്തിന് വേണ്ടി ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിനങ്ങൾ ഈ റമളാൻ ഒരു പ്രാക്ടീസായി എടുത്തുകൊണ്ട് എങ്ങനെ ജീവിതം ഇനി മരിക്കുന്നത് വരെ ആവണം എന്ന ആലോചനയിലായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അമലുകൾ ചെയ്ത് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം എടുത്ത നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സ്വതക്കുകൾ, സക്കാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, തറാവീഹ് നമസ്കാരങ്ങൾ, നമ്മുടെ അദ്കാറുകൾ, എല്ലാ നന്മകളും പൂർണ്ണ അർത്ഥത്തിൽ അള്ളാഹു കബൂൽ ചെയ്ത് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെറുതോ വലുതോ ആയ സകലമാന പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നോമ്പുകാരിൽ
അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഈമാനോട് കൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുന്ന അള്ളാഹുവിന്റെ മുവഹിദീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖലിസീങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാന്ത്യം വരെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നൽകട്ടെ. അർഹമുറാഹിമീനായ റബ്ബ് ഖൈറും ബർക്കത്തും സലാമത്തും നമ്മുടെ ജീവിതത്തിലും കച്ചവടത്തിലും കുടുംബത്തിലുമെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസുഖങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ മറ്റോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹ് ശിഫ നൽകി കടങ്ങൾ മാറ്റിക്കൊടുത്ത് എല്ലാ നിലക്കും ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമല മുതഖബ്ബല. اللهم ثبت قلوبنا على دينك. اللهم اجرنا واجر والدينا من النار. اللهم اغفر ذنوبنا وطهر قلوبنا يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ശുക്രൻ ജസാക്കുമുല്ലാഹ് ഫർഷിൻ സ്വലാഹി. അദ്ദേഹം യാത്രയിലാണ്, തിരക്കിലാണ്. അതിനിടയിലും നമ്മളോടൊപ്പം അൽഹംദുലില്ലാഹ് ഒരല്പസമയം കൂടി നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും വളരെ ഉപകാരപ്രദമായ നല്ലൊരു ക്ലാസ് എടുക്കുകയും ചെയ്തു. അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ട ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും നിലനിർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.